ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശിന് നമ്മുടെ കാർത്തിക നല്ലത് കൊടുത്തിട്ട് പോലീസുകാരെ കൊണ്ട് നല്ലത് അടിയൊക്കെ കൊടുത്തതിന് ശേഷം ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരികയാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ കാര്യങ്ങളെല്ലാം അമ്മയോടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിനക്ക് തെറ്റിദ്ധരിച്ചതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അത് ലക്ഷ്മിയല്ല, കാർത്തിക മോളുടെ അമ്മയല്ല, അത് ശരിക്കും ആ ബാലനാണ് എന്നെ ഇതിൽ പിടിച്ചു വീഴ്ത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ബാലനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രകാശൻ. അതിനിടയിലാണെങ്കിൽ അമ്മൂമ്മ പറയാണ്, ഇനി എന്തായാലും നീ ഒന്നിനും പോകണ്ട, എന്തായാലും കല്യാണ ദിവസം ഇപ്പൊ അങ്ങ് അടുത്തെത്തിയല്ലോ, ഉടനെ തന്നെ ആ കേസ് ഇല്ലാതാകും. അവൾക്ക് 5 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം പിന്നെ നീ കല്യാണം കഴിക്കാൻ പോവാണ്, അപ്പൊ ഇനി അന്ന് കണ്ടാൽ മതി, ഇനി നീ സ്വപ്നങ്ങളൊന്നും അധികം കാണാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രകാശന്. അങ്ങനെ എന്തായാലും നമ്മുടെ കാർത്തികയും അതുപോലെ തന്നെ ലക്ഷ്മിയും കൂടിയിട്ട് കിരണിനൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. കിരണിനെയും കല്യാണിയൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് വീട്ടിലേക്ക്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവര് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു കാഴ്ച രാഹുല് അടുത്ത വീട്ടിൽ ഇരുന്നു കൊണ്ട് ജനലിന്റെ ഇടയിൽ കൂടെ കാണുകയാണ്. അപ്പൊ ഇതാരാണ് പുതിയ ആൾക്കാർ എന്നൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ രാഹുല്. അങ്ങനെ രാഹുല് പ്രകാശനെ കാണുന്ന ദിവസം ഈ ഒരു കാര്യം പറയുകയാണ്. ഇപ്പോ അവർക്ക് നിന്റെ മകൾ ഇപ്പോ വലിയ നിലയിലാണ് ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ പുതിയ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു അമ്മയും മോളും അവിടെ വന്ന് ഇടക്ക് വന്ന് പോകുന്നതൊക്കെ കാണാറുണ്ടെന്നൊക്കെ രാഹുൽ പ്രകാശനോട് പറയുകയാണ്. അപ്പൊ പ്രകാശൻ പറയുന്നുണ്ട്, ആര് വന്നാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ജീവിതം എന്തായാലും ഇനി അവരെക്കാളും നല്ല രീതിയിൽ ഉയർന്നു പോവാണ്. ഞാനൊരു നല്ല കല്യാണം കഴിക്കാൻ പോണതൊക്കെ എന്തായാലും കല്യാണമൊക്കെ അടുത്ത് വന്നത് അത് മുടങ്ങിപ്പോയി, അത് അവരൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് മുടങ്ങിപ്പോയത്. ഇനി എന്തായാലും അതൊന്നും ഉണ്ടാവില്ല. എൻ്റെ മോനും എൻ്റെയൊക്കെ ജീവിതം ഉയർച്ചയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും ഞങ്ങൾക്കൊരു താഴ്ച ഉണ്ടാവില്ല, അവരെക്കാളും നല്ലൊരു ജീവിതം എനിക്ക് ഉണ്ടാവാനാണ് പോകുന്നത് എന്നൊക്കെ പ്രകാശൻ പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശന് സത്യത്തിൽ മനസ്സിലാകുന്നില്ല ആരാണ് കല്യാണിയുടെയും കിരണിനെയൊക്കെ കാണാൻ വരുന്നത് എന്ന് അവന് മനസ്സിലാകുന്നില്ല. അതേസമയത്ത് രാഹുലിന്റെ കുറെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ പ്രകാശന് പറഞ്ഞ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രാഹുല്, എൻ്റെ ജീവിതം ഇപ്പം ഏകദേശം തകർന്നടിഞ്ഞ മട്ടൊക്കെ തന്നെയാണ്, എന്തായാലും അതിൽ നിന്ന് രക്ഷ എനിക്കും നേടണം, അതിന് ഞാൻ ഏത് കടുങ്കൈ ചെയ്യാനും തയ്യാറാണ്, ഒരുപക്ഷെ നിന്റെ മകളെ വരെ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ രാഹുല് പ്രകാശനോട് പറയുമ്പോൾ പ്രകാശന് അത് ഒരുപാട് സന്തോഷമാവുന്ന വാർത്തയൊക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.